it's me Tafsira once again. Welcome back to our channel. ഇന്ന് നമ്മൾ സേവ് ദ ഡേറ്റ് വീഡിയോ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ആ വീഡിയോയിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ആ മെറ്റീരിയൽസിൻ്റെ പ്രൈസും കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് വേണ്ടതാണ്. എൻ്റെ അടുത്തുള്ള എല്ലാ മെറ്റീരിയൽസും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. മസ്റ്റായിട്ട് ഒരു വീഡിയോയിൽ എന്തൊക്കെ വേണം അതാണ് അതിൻ്റെ വിലയും ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പോലെ ഒരു ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഒരു വൈറ്റ് ക്ലോത്ത് തന്നെ വേണമെന്നില്ല, പക്ഷെ വൈറ്റ് ആകുമ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒന്നും കൂടെ ഒരു ഹൈ ലുക്ക് തോന്നും. പിന്നെ അത് മാത്രമല്ല നല്ലൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും വൈറ്റ് ആകുമ്പോൾ. അപ്പോൾ ഇതിന് വന്നിട്ട് ഫർ ക്ലോത്ത് എന്നാണ് പറയുക. ഇതിന് 400 രൂപയാണ്. അത്യാവശ്യം വീതിയും വലിപ്പമൊക്കെ ഉണ്ട്. 400 പിന്നെ 800 അങ്ങനെയൊക്കെ പോകുന്നുണ്ട് വലിയ ഓരോ പീസിന്. അപ്പോൾ ഞാൻ 400-ൻ്റെയാണ് മേടിച്ചിട്ടുള്ളത്. അത്യാവശ്യം നമുക്ക് സേവ് ദ ഡേറ്റ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലേക്കാളും കൂടുതൽ നല്ല വീതിയും വലിപ്പമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് സൈസ് അറിയില്ല, അത് ഞാൻ സൈസ് പറയാത്തത്. അപ്പോൾ ഇതിമ്മ ഞാൻ കുറേ യൂസ് ചെയ്തതിന് ശേഷം അതിമ്മ ഇങ്ങനെ മെഴുകും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ക്യാൻഡിൽ കത്തിച്ച കാരണം അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു വുഡ് സ്ലൈസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് മേടിക്കണം എന്നില്ല. ഇത് വന്നിട്ട് ഞാൻ വീട്ടിൽ മരങ്ങളൊക്കെ മുറിച്ച സമയത്ത് ആ ഒരു മരം മുറിക്കണ കാക്കാനോട് പറഞ്ഞിട്ട് അങ്ങനെ പ്രത്യേകം കട്ട് ചെയ്തതാണ്. ഇത് മാത്രമല്ല, ഇത് ചെറിയ പീസാണ്. ഇതിൻ്റെ മീഡിയം സൈസ് വലിയ പീസ് അങ്ങനെയൊക്കെ ഞാൻ 4-5 ഞാൻ അങ്ങനെ മുറിപ്പിച്ചിട്ടുണ്ട് ആ കാക്കാനെ കൊണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഈ വുഡ് സ്ലൈസ് ഞാൻ മേടിച്ചതാണ്, ഓൺലൈനായിട്ട് മേടിച്ചതാണ്. ഇത് കുഞ്ഞു പീസാണ് കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അടുപ്പിച്ചാണല്ലോ വീഡിയോ എടുക്കുക, അപ്പോൾ അത് വലുതായിട്ട് തോന്നുന്നതാണ്. അപ്പോൾ അതിന് 45 രൂപയാണ്. പിന്നെ ഈ ഒരു വലിയ പീസ് ഞാൻ ഓൺലൈനായിട്ടല്ല, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ഇക്കാൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഫാൻസി ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അതിന് 120 അങ്ങനെ എങ്ങനെയാണ് കേട്ടോ. അതിന് അത്യാവശ്യം വിലയുണ്ട്. അപ്പോൾ വുഡ് സ്ലൈസിന് അത്യാവശ്യം ഇങ്ങനെ വലിപ്പത്തിനനുസരിച്ച് വില കൂടും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ മരം മുറിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പീസ് നമുക്ക് അവരോട് പറഞ്ഞാൽ അവർ കട്ട് ചെയ്ത് തരും. ഓക്കെ, പിന്നെ ഞാനിതുപോലെ ക്യാൻഡിൽസാണ് നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് നാട്ടിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൺലൈനായിട്ട് മേടിച്ചായിരുന്നു. അപ്പോൾ ഒന്നിന് ഒരു ക്യാൻഡിലിന് 6 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമൊക്കെ തുടക്കത്തിൽ നമുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ 3-4 മേടിച്ചാൽ നമുക്ക് നല്ല വീഡിയോയിൽ നല്ല ഭംഗി ഉണ്ടാവും. ഇങ്ങനെ അടുപ്പിച്ച് വീഡിയോ എടുത്താൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. അതിൻ്റെ ആ ഒരു അങ്ങനെ പതിഞ്ഞ് കിടക്കുന്നില്ല, അങ്ങനെ പൊന്തിച്ചിട്ട് നമ്മൾക്ക് ലൈറ്റർ വെച്ചിട്ട് കത്തിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇത് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, ഇത് മസ്റ്റായിട്ട് വേണമെന്നില്ല. ക്യാൻഡിൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു എന്നുള്ളൂ. ഇതുപോലെ ഉപയോഗിക്കാം, ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ ബഡ്ജറ്റിനനുസരിച്ചിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ കൂടുതൽ വർക്ക് വരുമ്പോൾ പിന്നെ ഓരോ മെറ്റീരിയൽസ് നമുക്ക് വാങ്ങിയാൽ മതി. ആദ്യം തന്നെ കൂടുതൽ നമ്മൾ ചിലവഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന് എത്രയെന്നുള്ളത് കറക്റ്റ് എനിക്ക് അറിയില്ല. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റ് ആദ്യം ഇപ്പോൾ അധികം ഈ വീഡിയോസ് എനിക്ക് തോന്നുന്നു ബിഗിന്നേഴ്സ് ആയിരിക്കും കാണുക. അപ്പോൾ അവർക്ക് മസ്റ്റായിട്ട് വേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ചെറിയ ക്യാൻഡിൽസ് മതിയാകും. പിന്നെ നമുക്ക് വേണ്ടത് അതുപോലെ കട്ടർ, കത്രിക, സ്കെയിലാണ്. അതൊക്കെ നമ്മൾ A3 ഷീറ്റിൽ നമ്മൾ പ്രിൻ്റ് എടുക്കുമല്ലോ, സേവ് ദ ഡേറ്റ് കാർഡുകൾ നമ്മൾ പ്രിൻ്റ് എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഷീറ്റിലാണ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഓരോ കാർഡുകളാക്കിയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ടറാണ് എനിക്ക് ഏറ്റവും ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതും കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആണ്. കത്രിക യൂസ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്ത ആ ഒരു ഇതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കട്ടർ യൂസ് ചെയ്തിട്ടാവുമ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് വേണ്ടത്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ലത് നോക്കിയിട്ട് മേടിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ഇപ്പോൾ നമ്മൾ ഷോക്കേസിലൊക്കെ ഇതുപോലെ ഫ്ലവർ വെക്കുമല്ലോ, അല്ലെങ്കിൽ ടേബിളുമൊക്കെ വെക്കും. അപ്പോൾ അങ്ങനെ നല്ലതൊക്കെ ഉണ്ടെങ്കിൽ, കാണാൻ ഭംഗിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം ഫസ്റ്റ് ടൈമൊക്കെ. പിന്നെ നമുക്ക് ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഫ്ലവേഴ്സ് മാറ്റാം, നല്ല ഭംഗിയുള്ളത് മേടിക്കാം, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവർ ബഞ്ചിന് വന്നിട്ട് 190 രൂപയാണ്. ഓൺലൈനായിട്ടാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഇത് വന്നിട്ട് പിയോണി ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണ് കേട്ടോ. അപ്പോൾ ഇത് സ്മാൾ സൈസാണ്, മീഡിയം സൈസ്, ബിഗ് സൈസൊക്കെ ഉണ്ട്. അപ്പോൾ സ്മാൾ സൈസിന് ഒരു പീസിന് വന്നിട്ട് 10 രൂപയാണ്. അപ്പോൾ പല ഷോപ്പിലും, ഓൺലൈൻ ഷോപ്പായാലും പല ഷോപ്പിലും പല റേറ്റ് ആയിരിക്കും. അതിന് 10 രൂപയാണ്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ഫ്ലവർ യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലെ ഒരു വുഡ് സ്റ്റാൻഡാണ്. അപ്പോൾ അത് എന്തായാലും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
എന്തിനാ വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതുപോലെ സേവ് ദ ഡേറ്റ് കാർഡുകൾ ഇതിങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഒന്നുകൂടെ ഒരു ഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. അത് ഞാൻ ഓൺലൈനായിട്ടല്ല മേടിച്ചത്, വീട്ടിനടുത്തുള്ള ഞാൻ പറഞ്ഞ ഫാൻസി ഷോപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഇതുപോലെയുള്ള ആൽഫബറ്റ് സ്റ്റാമ്പാണ് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്, ഇൻസ്റ്റാ പേജിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഈ ഒരു സംഭവം എന്നാൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ആൽഫബറ്റ് ലെറ്റർ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, മറ്റേ ഭാഗത്ത് നമുക്ക് സ്റ്റാമ്പായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഒരു ഇങ്കിൻ്റെ ഒരു സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലോ ഏതോ ഒന്ന് ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ലെറ്റർ ഇതിമ പ്രസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് പേപ്പറിൽ വെച്ചിട്ട് എന്താണ് വേർഡ്സ് എഴുതാനുള്ള വെച്ചാൽ അങ്ങനെ വെച്ചാൽ മതി. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു ഇങ്ക് മഷി ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെറ്റർമ മാത്രം മഷി വെച്ചിട്ട് മറ്റേ ഭാഗം തുടച്ച് കളയാം, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന് വന്നിട്ട് 270 രൂപയാണ്. ആൽഫബറ്റ് സ്റ്റാമ്പ് വന്നിട്ട് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡലുകളുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം. അപ്പോൾ നിങ്ങൾക്കിത് മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാർഡ്ബോർഡ് പീസുമ്മൽ ആൽഫബറ്റ് ലെറ്റർ എഴുതിയിട്ട് അങ്ങനെയും വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ഒരു ക്യൂബ് ഉണ്ടാക്കിയിട്ട് അതിന്മേൽ ലെറ്റർ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേട്ടോ, ഉള്ളവർക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബിഗിന്നേഴ്സ് ആയിരിക്കും വീഡിയോ കാണുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അവർക്ക് ഫസ്റ്റ് ടൈം തന്നെ ചിലപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മേടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കാർഡ്ബോർഡ് പീസിന്മേൽ ബ്ലാക്ക് പെന്നോ ബ്ലാക്ക് കളറൊക്കെ വെച്ചിട്ട് എഴുതി കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെ മുത്തുകളാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ വൈറ്റ് മുത്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. അപ്പോൾ വൈറ്റ് ആകുമ്പോൾ ഒന്നും കൂടെ ഒരു ലുക്ക് കിട്ടും. ജസ്റ്റ് ഇതുപോലെ നമുക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണുന്നില്ലേ, അപ്പോൾ അങ്ങനെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് മുത്തുകൾ വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ മാലമുത്തുകൾ എടുക്കാം, പഴയ മാലമുത്തുകൾ എടുക്കാം, അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ ബിഗിനേഴ്സ് ആകുമ്പോൾ നമ്മളെടുത്ത് ഉള്ളത് വെച്ചിട്ട് ആദ്യം ട്രൈ ചെയ്യാം. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടുന്ന ക്യാഷ് കൊണ്ട് പിന്നെ മേടിക്കാതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് അത് ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നു മാത്രം. നമ്മുടെ തൊടുവിലൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ ഫ്ലവർ, അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയാൽ മതി. ഇത് വന്നിട്ട് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചതാണ്. ഈ ഒരു ഫ്ലവറിൻ്റെ പേര് ബേബി ബ്രീത്ത് ഫ്ലവർ എന്നാണ്. അപ്പോൾ അതിനൊരു ബഞ്ചിന് വന്നിട്ട് 100 രൂപയാണ്. അപ്പോൾ ഇതിൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേബി ബ്രീത്ത് ഫ്ലവർ ഉണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ ഫ്രഷ് ഫ്ലവർ മേടിച്ചിട്ട് അത് ഡ്രൈ ആക്കിയതാണ്, മറ്റേത് ഞാൻ ഓൺലൈനായിട്ട് ഡ്രൈ ഫ്ലവർ തന്നെ മേടിച്ചതാണ്. അതിനാണ് 100 രൂപ ഒരു ബഞ്ചിന്. ഓക്കെ, അപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ അല്ലാത്തതുകൊണ്ട് ഇതിനിങ്ങനെ പൂപ്പൽ വരുന്നുണ്ട്. കുറേ ആയി ഇത് ഞാൻ മേടിച്ച് വെച്ചിട്ട്. അപ്പോൾ ഇത് ഇനി നന്നായിട്ട് ഇങ്ങനെ തുടച്ചെടുത്താലൊക്കെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്യണം. പിന്നെ ഞാൻ കാണിക്കുന്നത് വുഡ് ടെക്സ്ചർ കിട്ടുന്ന ഒരു ഷീറ്റ് അല്ലെങ്കിൽ ഒരു മാറ്റ് എന്തെങ്കിലും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ഒന്നും കൂടി ഒരു ഭംഗി കിട്ടും. അപ്പോൾ ഇത് വന്നിട്ട് ഇതിൻ്റെ ബ്ലൂ, ഞാൻ ഇപ്പോൾ കാണിച്ചത് ബ്ലൂ ഷെയ്ഡാണ്. ഇത് വന്നിട്ട് പിന്നെ വുഡിൻ്റെ കളർ തന്നെയാണ്, ബ്രൗൺ ഷെയ്ഡാണ്. പിന്നെ വൈറ്റ് ഷെയ്ഡ് ഉണ്ട്. അങ്ങനെ പല ഇതിലും എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇത് മസ്റ്റ് അല്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ളത് ജസ്റ്റ് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, ഉള്ളത് കുറച്ചിങ്ങനെ കാണിക്കുകയാണ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, അതായത് ഈ ഷീറ്റിനെ പറ്റിയിട്ട് എവിടെ നിന്ന് കിട്ടുക, എത്രയാണ് അതിൻ്റെ പ്രൈസ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിലൂടെ ചോദിച്ചാൽ ഞാൻ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ഞാനത് അപ്ലോഡ് ആക്കാം. ഓക്കെ, അപ്പോൾ നല്ല ഒരു ലുക്കാണ് ഇങ്ങനെ വുഡ് ടെക്സ്ചറിലുള്ള ഷീറ്റ് വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു, ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ക്രാഫ്റ്റിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ സേവ് ദ ഡേറ്റ് ഫ്രെയിം വർക്കിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സൊക്കെ ഉണ്ടാവില്ല, നിങ്ങൾക്ക് അറിയുന്നവർക്ക് അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കമൻറ്റിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചാൽ എന്തായാലും ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.